ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു നോർമൽ ബാൻഡ് കട്ട് ചെയ്യുന്നത് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്, 4ആക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച് മുകളിൽ ബാൻഡ് തയ്ക്കുമ്പോൾ മടക്കിയടിക്കാനും താഴെ 1.5 ഇഞ്ച് മടക്കിയടിക്കാനും. ഇനി വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് അടയാളപ്പെടുത്താം. 10 കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. അതിൽ നിന്ന് താഴേക്ക് 13 ക്രോച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 13, 14, 15 കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 13 കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് 2.5 ഇഞ്ച് ഷേപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ആംഗിൾ റൗണ്ട് പിടിച്ചിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 12 കിട്ടിയത്. അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 ഇഞ്ച് അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഷേപ്പിന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാവുന്നുള്ളൂ. ഇനി വേസ്റ്റ് റൗണ്ട് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മൾ പാൻറ്റിൻ്റെ വള്ളിയിരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ടേപ്പിനകത്ത് റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. 10 ഇഞ്ച് ആദ്യം കട്ട് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. സീറ്റ് ലെങ്ത് കിട്ടിയത് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് അങ്ങനെയാണ് 13 കിട്ടിയത്. ഈ വള്ളി കട്ട് ചെയ്തെടുക്കുക. 1.5 ഇഞ്ച് വീതിയിൽ റൗണ്ടിൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കട്ടിങ്. എല്ലാവർക്കും